നമസ്കാരം. കേന്ദ്ര സർക്കാർ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സന്തോഷ് ടി വർഗീസ്, മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം തലവനാണ്. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സന്തോഷ് ടി വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ കേന്ദ്ര ബഡ്ജറ്റ്, ഇപ്പം നമുക്കറിയാം, ഒരു ഇടക്കാല ബഡ്ജറ്റ് നേരത്തെ അവതരിപ്പിച്ചിരുന്നു. ഒരു സമ്പൂർണ്ണ ബജറ്റാണ് ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ചത്. എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ ഒരു വിലയിരുത്തുന്നത്? പ്രധാനമായും ഏതൊരു ബജറ്റായാലും, അത് സംസ്ഥാന ബജറ്റായാലും കേന്ദ്ര ബജറ്റായാലും, എല്ലാ ബജറ്റിലും നമുക്ക് വളരെ ആകർഷകമായ നിരവധി പദ്ധതികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പലപ്പോഴും ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്തെല്ലാം, രണ്ട് ഭാഗമായിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്, അതിൽ ആദ്യ ഭാഗത്തെല്ലാം തന്നെ വളരെ ആകർഷകമായിട്ടുള്ള നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം അതിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഈ നികുതി നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വരുന്നത്. വരവ് ചെലവ് കണക്കുകളെല്ലാം രണ്ടാം ഭാഗത്താണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവെ ഈ പ്രഖ്യാപനങ്ങൾ ആണ് ഇങ്ങനെ വാർത്തകളിലും മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം ആകെത്തുക എന്താണ് എന്നുള്ളത്, സാധാരണ ജനങ്ങളെ ഈ ബജറ്റ് എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോവുക, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ, ഇതൊക്കെയാണ് അന്തിമമായി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പൊതുവെ ഇത് പരിശോധിക്കാനായി, ഇത് വിലയിരുത്താനായി ഉപയോഗിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ബജറ്റിൻ്റെ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. എന്താണ് ഈ ബജറ്റ് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അന്തിമ ഫലം സമ്പദ് വ്യവസ്ഥയിൽ, അത് വിലയിരുത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ആകെത്തുക സാമ്പത്തിക ശാസ്ത്രത്തിൽ വിലയിരുത്തുന്നത്. അതിന് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ബജറ്റിലുള്ള ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ബജറ്റിൻ്റെ കണക്കുകളിനകത്ത് ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനകത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ വലിയ ഒരു കണക്കാണ്. അത് 48 ലക്ഷം കോടി രൂപയുടെ ചെലവ് ചെയ്യലാണ് വരും വർഷത്തേക്ക് നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ GDPയുടെ അളവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യും. GDPയുടെ അളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ 48 ലക്ഷം കോടി എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ 14.77%. 14.77% സ്വാധീനമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചുരുക്കാം. സമ്പദ് വ്യവസ്ഥയിൽ ഈ ബജറ്റ് ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം എന്ന് പറയുന്നത് 14.77% സ്വാധീനം. സമ്പദ് വ്യവസ്ഥ 100 എന്നാണ് സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം വലിപ്പം. അപ്പോൾ 14.77% ഇടപെടലാണ്, സ്വാധീനമാണ് ഈ ബജറ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഏതൊരു സർക്കാരായാലും സർക്കാരിൻ്റെ പ്രവർത്തനം നമ്മൾ ജനങ്ങൾ തൊട്ടറിയുന്നത് സർക്കാർ നടത്തുന്ന ചെലവ് ചെയ്യലിലൂടെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പം ഈ ബജറ്റിൻ്റെ ഇതാണ് ഇതിൻ്റെ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ പോരാ, കഴിഞ്ഞ വർഷം ഇതെങ്ങനെയായിരുന്നു, എത്രയാണ് ഇത് ആവേണ്ടത്, അതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയാണ് നമുക്ക് അതിന് ആധാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. എപ്പോഴും ഇക്കണോമിക് സർവേ അവതരിപ്പിച്ചതിന് ശേഷമാണ് ബജറ്റിലേക്ക് രണ്ടാമത്തെ ദിവസം പോകുന്നത്. കാരണം പാർലമെൻറ്റിൻ്റെ മുമ്പിൽ, ജനപ്രതിനിധികളുടെ മുമ്പിൽ എന്താണ് ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ സാഹചര്യം, അത് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടാണ് വരും വർഷത്തേക്കുള്ള വരവ് ചെലവിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇക്കണോമിക് സർവേ പറയുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2023-24 എന്ന് പറയുന്ന സാമ്പത്തിക വർഷത്തിൽ 8.2% സാമ്പത്തിക വളർച്ചയാണ് രാജ്യം നേടിയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 8.15% വളർച്ചയാണ്. അപ്പോൾ അത് ഈ ഒരു ഡിജിറ്റിലേക്ക് ചുരുക്കുമ്പോൾ 8.2 എന്നുള്ള രീതിയിലൊരു വർധനവുണ്ടാകും. ഇപ്പോൾ 2 ഡിജിറ്റിലാണ്, യഥാർത്ഥത്തിൽ 2 ഡിജിറ്റിലാണ് ഇത് പറയേണ്ടത്. അപ്പോൾ 8.15% ഉള്ളൂ. എന്നാൽ ഈ വർഷം അത് 6.5%, അല്ലെങ്കിൽ വരും വർഷം 2024-25 വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്നത് 6.5% വളർച്ച മാത്രമാണ്. അത് ചിലപ്പോൾ 7% ആയേക്കാം. എന്ന് പറഞ്ഞാൽ 1.2% വളർച്ച കുറവാണ് അടുത്ത വർഷത്തേക്ക് സർക്കാർ പോലും പ്രതീക്ഷിക്കുന്നത്. ഇക്കണോമിക് സർവേ പറയുന്ന അതാണ്. അപ്പോൾ അതിന് സർക്കാർ പറയുന്നൊരു കാര്യം, ആഗോള സാഹചര്യങ്ങൾ തീർത്തും പ്രതികൂലമാണ്. അപ്പോൾ ആഗോളതലത്തിൽ നിരവധി വെല്ലുവിളികൾ രാജ്യം നേരിടുന്നുണ്ട്. ഞാൻ അത് വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം മോശമായിട്ട് വരുന്ന, അല്ലെങ്കിൽ അത്ര അനുകൂലമല്ലാത്ത ആഗോള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെയും വളർച്ചയിൽ കുറവ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന വർഷം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച കുറയും. 1%, 1.2% കുറയും, വളരെ കൃത്യമായി പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സാമ്പത്തിക വളർച്ച കുറയുമെന്ന് സർക്കാർ തന്നെ
പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അത്തരമൊരു സാഹചര്യത്തിൽ ആ വളർച്ചയെ എങ്ങനെ പ്രതിരോധിക്കാം, ആ തളർച്ചയെ, ഉണ്ടാകാൻ സാധ്യതയുള്ള വളർച്ചയുടെ കുറവ്, സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന തളർച്ചയെ എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക? അതാണല്ലോ ഒരു സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ അതായിരിക്കും നമ്മൾ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഏതൊരു സാഹചര്യത്തിലായാലും ഒരു തളർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഒരു കൈത്താങ്ങാണ് കൊടുക്കേണ്ടത്. അതിനെ താങ്ങി നിർത്തുക, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിന് കൊടുക്കാൻ കഴിയുന്ന, സമ്പദ് വ്യവസ്ഥയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന താങ്ങ്, സമ്പദ് വ്യവസ്ഥയിൽ കൊടുക്കാൻ കഴിയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നടത്തുന്ന ചെലവ് ചെയ്യലാണ്. സർക്കാർ ചെലവ് ചെയ്തുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുന്നത്. അല്ലാതെ സർക്കാരിന് സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടാനായിട്ട് കഴിയില്ല. ആ ചെലവ് ചെയ്യൽ നമ്മൾ നേരത്തെ പറഞ്ഞു, 14.77% ചെലവ് ചെയ്യലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് എത്രയായിരുന്നു? കഴിഞ്ഞ വർഷം ഇത് 15.04%. ബജറ്റ് കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം നടത്തിയ സർക്കാരിൻ്റെ ചെലവ് ചെയ്യൽ എന്ന് പറയുന്നത് 15.04%. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 0.27% കുറവാണ് ചെലവ് ചെയ്യലിൽ വരും വർഷത്തേക്ക് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഇത് സമ്പദ് വ്യവസ്ഥ, ഒരു വശത്ത് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച കുറയുമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. മറുവശത്ത് അപ്പോൾ അതിനെ താങ്ങി നിർത്തുന്നതിന് പകരം സർക്കാരും ചെലവുകൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പുറകോട്ട് മാറുന്ന ഒരു ചിത്രമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക? അപ്പോൾ ഈ അർത്ഥത്തിൽ നാം പരിശോധിക്കുമ്പോൾ ബജറ്റ് രാജ്യം നേരിടുന്ന സാമ്പത്തിക സാഹചര്യത്തെ മറികടക്കാനും സാമ്പത്തിക രംഗത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ബജറ്റിന് വേണ്ടത്ര കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമിക പരിശോധനയിൽ ഇതിൻ്റെ മാക്രോ ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് വിലയിരുത്തുമ്പോൾ നാം കാണുന്നത്. ഇതിപ്പോൾ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് കാർഷിക മേഖലയിലുള്ള സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പദ്ധതികൾ വരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ തോതിൽ ഊന്നൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് ഈ നിർമ്മലാ സീതാരാമൻ ഈ ഇതിലൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ടോട്ടൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഗവേഷണത്തിനൊക്കെയാണ്, കാർഷിക മേഖലയിലെ ഗവേഷണത്തിനൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതുവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഈ GDP ഉയർത്താനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു പ്രോജക്റ്റായിട്ട് കാണാൻ പറ്റുമോ? തീർച്ചയായും അത് ആ രീതിയിൽ കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് പിന്തുണ കൊടുക്കണം, അവിടെ ഇടപെടൽ നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഇക്കണോമിക് സർവേക്കകത്ത് തന്നെ പറയുന്ന പ്രകാരം ഏതാണ്ട് 45% പേർ അവരുടെ ജീവിത സന്ധാരണത്തിന് ആശ്രയിക്കുന്നത് കാർഷിക മേഖലയാണ്. പക്ഷെ 17% വരുമാനമേ അവിടെ ഒന്നും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആളുകൾ ഒഴിച്ചു പോകുന്നു. ഈ 17% 17 രൂപയ്ക്ക് വേണ്ടി 44 പേരാ നിൽക്കുന്നത്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 17% വരുമാനം മാത്രമേ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ 44% പേർ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 17 രൂപയ്ക്ക് വേണ്ടി 44 പേര് ആശ്രയിക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം കാർഷിക രംഗത്ത് ഉണ്ടാവണം. ഇപ്പോൾ കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും തന്നെ, കാർഷിക ശാസ്ത്രജ്ഞന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും ഒരേപോലെ പറയുന്ന കാര്യമാണ്, കാർഷിക മേഖലയിലുള്ള പൊതു നിക്ഷേപം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വകാര്യ നിക്ഷേപവും കുറയുകയാണ്. അപ്പോൾ സ്വകാര്യ നിക്ഷേപവും കാർഷിക മേഖലയിൽ കുറയുന്നതിൻ്റെ കാര്യം, കാർഷിക രംഗം ഒട്ടും ആദായകരമല്ല. കർഷകർക്ക് ആദായകരമായ വില കിട്ടുന്നില്ല, വേണ്ടത്ര ലാഭം അവർക്ക് കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും പിന്നെ കൃഷിയിൽ അവർ നിക്ഷേപിക്കില്ല. അപ്പോൾ സ്വകാര്യ നിക്ഷേപം കുറയുന്നു. എന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ പൊതു നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സർക്കാരോട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ കാർഷിക മേഖലയെ ഞങ്ങൾ ശക്തിപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് കാര്യമില്ല. ചെലവ് ചെയ്യൽ നടത്തണം. അവിടെ പൊതു ചെലവ് ചെയ്യൽ സർക്കാർ ധീരമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ മൊത്തം ചെലവ് ചെയ്യൽ തന്നെ കുറയുകയാണ്. മൊത്തം ചെലവ് ചെയ്യൽ തന്നെ കുറയുമ്പോൾ കേവലം പ്രഖ്യാപനം ഒരു വശത്ത് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും കാര്യമായി പ്രതീക്ഷിക്കാനായിട്ട് കഴിയാത്ത സ്ഥിതിയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഏതൊരു രാജ്യത്തിൻ്റെയും വ്യാവസായിക മേഖലയിലുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന വലിയ വളർച്ചയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ നോക്കൂ, ഈ ബജറ്റിൽ അത്ര വലിയ ഇതിൽ വ്യവസായങ്ങൾക്കും വലിയ പിന്തുണ നൽകുന്ന ഒരു പദ്ധതികളും ഇതിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതെ, ശരിയാണ്. വ്യവസായ മേഖലയിൽ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമായിരുന്നു. കാരണം സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ, അതെ, അങ്ങനെയുള്ള വലിയ മാത്രമല്ല, നമ്മുടെ അടുത്ത ഒരു 20 വർഷം കൊണ്ടൊക്കെ വലിയ കുതിപ്പ് നേടുന്നു. ഇതൊരു 2045 ആവുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി മാറുന്നു, ചിലപ്പോൾ രണ്ടാമത്തെ ശക്തിയായി മാറും എന്നൊക്കെയാണ് പ്രഖ്യാപനങ്ങൾ. പക്ഷേ പ്രഖ്യാപനങ്ങൾ ഒരു ഭാഗത്തും, നീക്കങ്ങൾ മറ്റൊരു ഭാഗത്തും നിന്നുള്ള. തീർച്ചയായും. കാരണം ഈ രംഗത്തൊക്കെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വലിയ പൊതു നിക്ഷേപം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ആ രീതിയിൽ അത് ഉണ്ടായില്ല. ഗ്രീൻ ഹൈഡ്രജൻ
ആ കാര്യത്തിൽ വമ്പൻ നിക്ഷേപം ആവശ്യം. കാരണം മൊത്തത്തിൽ വാഹന മേഖല മുഴുവൻ മൊത്തത്തിൽ മാറുന്നു. മൊത്തത്തിൽ ഈ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പം നമുക്ക് നിക്ഷേപം നടത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്താൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് എത്താനായിട്ട് സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത്തരം വലിയ പ്രതീക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ രീതിയിലുള്ള ഇടപെടൽ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ റോഡുകളുടെ കാര്യത്തിൽ ഹൈവേ വികസനത്തിന് വലിയ തുക മാറ്റി വെച്ചിട്ടുണ്ട്. ഹൈവേ വികസനത്തിന് തുക മാറ്റി വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ വലിയ നിക്ഷേപം ഉണ്ടാവേണ്ടതായിരുന്നു. ഇത് രണ്ടും കൂടി കണക്റ്റഡ് ആണല്ലോ. പക്ഷെ അത് വേണ്ടത്ര വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ബജറ്റിന് ദിശാബോധം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് ഇതിന്റെ വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലിപ്പോൾ നമുക്ക് പറയാം, ഇപ്പം ബീഹാറിലും അതുപോലെ തന്നെ ആന്ധ്രയിലും വലിയ തോതിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്നു, എയർപോർട്ടുകൾ പ്രഖ്യാപിക്കുന്നു, അതുപോലെ തന്നെ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ ഫണ്ട് അവർ മാറ്റിവെക്കുന്നു. ആന്ധ്രയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ തലസ്ഥാനം തന്നെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ 15,000 കോടി രൂപയൊക്കെയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അങ്ങനെ വളരെ 2 സ്റ്റേറ്റുകളിലൊക്കെ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇതൊരു ഫെഡറൽ സംവിധാനത്തിൽ രാജ്യത്തിന്റെ ടോട്ടൽ വളർച്ചയെ അത് ഭീകരമായി ബാധിക്കില്ലേ? തീർച്ചയായും അത് യഥാർത്ഥത്തിൽ ഈ സർക്കാർ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ. കാരണം അവർക്ക് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിന്റെയും പിന്തുണ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഇല്ല എന്നുള്ള രീതിയിലാണ് ഈ ബജറ്റ് നോക്കുമ്പോൾ കാണുന്നത്. തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്, തെലങ്കാനയുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഉണ്ട്. മഹാരാഷ്ട്രയെ പോലും പരിഗണിച്ചില്ല. അപ്പം ആന്ധ്രയ്ക്ക് തെക്ക് ഇന്ത്യ അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സർക്കാർ വിചാരിക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്നാണ്. പക്ഷേ അതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് സംസ്ഥാനങ്ങളുടെ ഇടയിൽ തന്നെ പല അസ്വാരസ്യങ്ങളും ഉണ്ടാക്കുമല്ലോ. ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ അങ്ങനെയല്ലല്ലോ പോവേണ്ടത്. അപ്പോൾ അത് ഒരിക്കലും ആശാവഹമായ ഒരു നീക്കമല്ല. ഇതിപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ മൊബൈലിന് വില കുറയുന്നു, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങൾക്ക് വില കുറയുന്നു, അതുപോലെ തന്നെ ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗിമ്മിക്കുകളാണ്. യഥാർത്ഥത്തിൽ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആളുകളുടെയും നിത്യോപയോഗ സാധനമായി, വസ്ത്രം പോലെ തന്നെ നമ്മൾ സ്ഥിരമായി നമ്മുടെ കൂടെയുള്ളൊരു സാധനമാണ് മൊബൈൽ. പക്ഷേ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഒരു സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യുന്ന വിഷയങ്ങൾ? അത് വളരെ ശരിയാണ്. ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത്തരം ഇളവുകളെല്ലാം തന്നെ നല്ലതുമാണ്. കാരണം അത്ര കണ്ട് ഒരു ആശ്വാസം ജനങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് വളരെ പെരിഫറൽ ആയിട്ടുള്ള ഒരു മാറ്റം മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ ബജറ്റിന് കഴിയാതെ വരുന്നു. കാരണം തൊഴിലില്ലായ്മ വളരെ ഉയർന്ന നിലയ്ക്കാണ്. രാജ്യത്തെ സ്വതന്ത്ര ഏജൻസികളും അന്തർദേശീയ ഏജൻസികളും എല്ലാം തൊഴിലില്ലായ്മ നിരക്ക് ഏതാണ്ട് 9% മുകളിൽ ആണ് എന്ന് പറയുകയാണ്. അപ്പോൾ 9% തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു നിലയിലുള്ള തൊഴിലില്ലായ്മയാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇതൊന്നും പോരല്ലോ. അപ്പോൾ അവർക്കാണ് യഥാർത്ഥത്തിൽ ആശ്വാസം കൊടുക്കേണ്ടത്. അപ്പം രാജ്യത്ത് തൊഴിൽ ലഭിക്കുകയും അവരുടെ വരുമാനം കൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നന്നായി നടന്നോളും. അപ്പോൾ അതിന് പകരം ഇത്തരം നീക്കങ്ങൾ അത്ര കണ്ട് ഗുണം ചെയ്യും. പക്ഷേ അതുകൊണ്ട് മാത്രം സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുമെന്നോ ജനജീവിതത്തിന് ആശ്വാസം കിട്ടുമെന്നോ കരുതാൻ കഴിയും. ഇതിലിപ്പോൾ ഈ തൊഴിലില്ലായ്മ നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. കാരണം നിരവധിയായ യുവാക്കൾ രാജ്യത്ത് നിന്ന് തന്നെ പലായനം ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെ പോയത് നമ്മുടെ രാജ്യം നേരിടുന്ന തൊഴിലില്ലായ്മ തന്നെയാണ് വിഷയം. അപ്പം ഇത്തരത്തിലുള്ള യുവാക്കളെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്നതിനും, അല്ലെങ്കിൽ നമുക്കറിയാം IT മേഖലയൊക്കെയുള്ള പ്രഗത്ഭരായ ഉദ്യോഗസ്ഥകളെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അമേരിക്ക പോലെയുള്ള ഒന്നാംകിട രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ഇതിലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെ, അത്തരം ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം സമകാലിക ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നമാണ്. മാത്രമല്ല 2020 പ്രഖ്യാപിച്ച ഈ സർക്കാർ തന്നെ ഇതിന്റെ ഒന്നാം മോഡി സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിശേഷിച്ചും കോളേജുകൾക്കും ഈ സംസ്ഥാന സർവകലാശാലകൾക്കും ഒക്കെ ഗുണം ചെയ്യുന്ന രീതിയിൽ വലിയ നിക്ഷേപവും വലിയ പിന്തുണ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ആ രീതിയിലുള്ള ഒരു വർധനവോ ചെലവ് ചെയ്യലുള്ള വർധനവോ പിന്തുണയോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. രാജ്യത്ത് നിന്ന് വലിയ രീതിയിൽ യുവജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മുമ്പൊക്കെ നമുക്ക് ബാംഗ്ലൂരേക്ക് പോകുന്നു, ഡൽഹിയിലേക്ക് പോകുന്നു, ബോംബെയിലേക്ക്, അതിനൊക്കെ മുമ്പ് ബോംബെയിലേക്ക് പോകുന്നു. ആദ്യം ബോംബെക്ക് പോകുന്നതായിരുന്നു. പിന്നീട് യുവജനങ്ങൾ ഡൽഹിക്കാണ് ജോലിക്ക് വേണ്ടി പോയിരുന്നത്. പിന്നെ ബാംഗ്ലൂർ. ഇപ്പം അതുപോലും അല്ല. ഇപ്പം ഇവിടങ്ങളിൽ പോലും സാധ്യതയില്ല, രാജ്യം വിട്ടു പോവുകയാണ്. അപ്പോൾ അത് വേണ്ടത്ര അഭിമുഖീകരിച്ചിട്ടില്ല
അത് ആ വിഷയം അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പൊ ഇപ്പം കേന്ദ്ര സർക്കാരിന് ഈ ബഡ്ജറ്റിൽ വളരെ കൃത്യമായി പറയുന്നു ഈ ഇന്റേൺഷിപ്പുകൾക്ക് പിന്നെ 5000 രൂപ വെച്ചിട്ട് പ്രതിമാസം കൊടുക്കും എന്നുള്ളത്. യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് കമ്പനികളാണ് ഇന്റേൺഷിപ്പിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ കോർപ്പറേറ്റ് കമ്പനികൾ ഇന്റേണുകളെ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് എന്ത് ചെയ്യും? അല്ല അത് അങ്ങനെ തീരുമാനിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാകും. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോർപ്പറേറ്റുകൾക്കുള്ളൊരു സബ്സിഡി ആയിട്ടാണ് ഇത് മാറുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് 6 മാസം കുട്ടികളെ അപ്പൊ അവരുടെ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വളരെ ചുരുങ്ങിയ പൈസക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള തീർച്ചയായും ഒരു വേറൊരു തരത്തിൽ ഗൂഢാലോചന ഗൂഢാലോചന എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സബ്സിഡിയാണ്. അപ്പോൾ ഇതില്ലായിരുന്നുവെങ്കിൽ അവര് വേറെ ജോലിക്ക് ആളെ എടുക്കണമായിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പുതിയ ഡിഗ്രി ഈ 4 വർഷ ബിരുദത്തിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് നിർബന്ധമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾക്കെല്ലാം ഇന്റേൺഷിപ്പ് ലഭിക്കേണ്ടതുണ്ട്. അപ്പൊ അതും കൂടെ വെച്ചിട്ടായിരിക്കും ഈ ഇന്റേൺഷിപ്പിന്റെ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞത് സംഭവിക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എന്തുമാത്രം നൈപുണി ഇതിന്റെ ഭാഗമായിട്ട് വികസിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ എന്തായാലും ഈ കമ്പനികളെ സംബന്ധിച്ച് 5000 രൂപയ്ക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും 6 മാസത്തേക്ക് അവരുടെ അത്യാവശ്യം കുറച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു തൊഴിൽ സേനയെ കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് സംഭവിക്കാനായിട്ട് പോകുന്നത്. എത്രമാത്രം നൈപുണി ഇതിന്റെ ഭാഗമായിട്ട് വികസിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷെ നൈപുണി വികസിച്ചാൽ നല്ലതാണ്. ഒരുപക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി ഇതെല്ലാം തന്നെ ഈ രാജ്യത്തെ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന പരോക്ഷമായിട്ടുള്ളൊരു പിന്തുണ, സഹായം എന്ന രീതിയിൽ മാത്രമേ ഇത് കാണാൻ കഴിയൂ. സബ്സിഡിയെ സംബന്ധിച്ച് മറുവശത്ത് സബ്സിഡി പാടില്ല, എല്ലാത്തിനും സബ്സിഡി നമുക്ക് കുറയ്ക്കണം. സബ്സിഡികളെല്ലാം ഉൽപാദനം ഇല്ലാത്തവയാണ്, ഉൽപാദനക്ഷമമല്ല. ഇപ്പോൾ ഫുഡ് സബ്സിഡി ആയാലും ഫെർട്ടിലൈസർ സബ്സിഡി ആയാലും എല്ലാം തന്നെ ഇതെല്ലാം ഭയങ്കര അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെന്നാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് സബ്സിഡിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അത് വേണ്ടാന്ന് പറയുകയും ചെയ്യുമ്പോൾ മറുവശത്ത് എല്ലാ രീതിയിലുമുള്ള പരോക്ഷമായ സബ്സിഡി സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഈ പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു സ്കീം എ, സ്കീം ബി, സ്കീം സി എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഈ ഔപചാരിക മേഖലയിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭകൻ ഒരു തൊഴിലവസരം സൃഷ്ടിച്ചാൽ 15000 രൂപ വരെ ഈ തൊഴിൽ ദാതാവിന് ഗ്രാന്റ് സഹായം കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന സബ്സിഡി അല്ലാതെ മറ്റൊന്നുമല്ല. തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന് പറയുന്നതിന് പണം കൊടുത്തിട്ടല്ല തൊഴിലവസരം സൃഷ്ടിക്കേണ്ടത്. തൊഴിലവസരം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സാമൂഹിക സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കണം തൊഴിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സബ്സിഡിയാണ്. ഇതിൽ ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് തൊഴിൽ ദാതാവ് നേരത്തെ ഏറെക്കുറെയൊക്കെ സർക്കാരായിരുന്നു. ആ മേഖലയിൽ നിന്നും പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നതിന്റെ ഒരു തുടക്കമായി നമുക്ക് തീർച്ചയായും സർക്കാർ തുടക്കമല്ല, അതിനെ ആക്കം കൂടുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഉദാരവൽക്കരണം തുടങ്ങിയ സമയത്ത് തന്നെ സർക്കാർ സേവന മേഖലയിൽ നിന്ന് പിൻവാങ്ങണം, എല്ലാ മേഖലയിൽ നിന്നും സർക്കാർ കഴിയുന്നത് പിൻവാങ്ങുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പൊ ഇതിപ്പോ ഏതാണ്ട് അതിന് വീണ്ടും ആക്കം കൂട്ടിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് പൊതുപണം, സ്വകാര്യ മേഖലയ്ക്ക് നേരിട്ട് നികുതിദായകന്റെ പണം കൈമാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്, ഒരുപക്ഷെ ലോകത്തിന്റെ ഈ രീതിയിലുള്ളൊരു സമീപനം സാധാരണഗതിയിൽ ആരും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ അത് ഒട്ടും ആശാവഹമല്ല. മാത്രമല്ല അത് വലിയ രീതി നിലനിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയുണ്ടല്ലോ, ഈ വരുമാനത്തിന്റെയും സ്വത്തിന്റെയും വലിയ രീതിയിലുള്ള ഒരു അസമത്വം അത് വലിയ രീതിയിൽ കൂടിക്കൊണ്ടുവരികയാണ്. സമൂഹത്തിനിടയിൽ തന്നെ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ റിപ്പോർട്ടുകൾ പോലും ഈ വർദ്ധിച്ചു വരുന്ന അസമത്വത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് കോർപ്പറേറ്റുകൾക്ക് നികുതിദായകന്റെ പണം എടുത്ത് നൽകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പൊതുവെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് നികുതിദായകന്റെ പണം കൊണ്ട് സർക്കാർ ഒരുക്കേണ്ടത്. അതിനു പകരം നേരിട്ട് കോർപ്പറേറ്റ് മേഖലയ്ക്ക് കൈമാറുക എന്ന് പറയുന്നത് ഉറപ്പായും ഒരു സംശയവുമില്ല രാജ്യത്തെ അസമത്വം വർദ്ധിക്കും. ഈ ലിബറലായിട്ടുള്ള ഒരു സമീപനത്തിൽ നിന്നൊക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏകപക്ഷീയമായ ചില നീക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് തന്നെയല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ പൊതുവെ വിമർശിക്കുന്ന ആ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെല്ലാം തന്നെ സർക്കാർ വല്ലാതെ ആനുകൂല്യം നൽകുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അത് ആ രീതിയിലായിരുന്നില്ല വേണ്ടത്, ഒരിക്കലും അങ്ങനെ ആവാൻ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിർമ്മല സീതാരാമൻ ഈ 7ാമത്തെ ബഡ്ജറ്റാണ്. ഇപ്പൊ ഇടക്കാല ബഡ്ജറ്റ് അടക്കം 7ാമത്തെ ബഡ്ജറ്റാണ്.
മോദി സർക്കാർ 10 വർഷം കഴിഞ്ഞ് 11ാമത്തെ വർഷത്തേക്കുള്ള ബഡ്ജറ്റ് കൂടിയാണിത്. പക്ഷേ നമ്മൾ നേരത്തേക്ക് കണ്ടതിനൊക്കെ വളരെ വിപരീതമായി ഒട്ടും ഒരു കൃത്യമായൊരു ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു ധാരണയോ ഒന്നും ഇല്ലാത്ത അവതരിപ്പിച്ചൊരു ബഡ്ജറ്റായിട്ട് ആണ് ഇതിനെ മറ്റേ പ്രതിപക്ഷ കക്ഷികളൊക്കെ വിമർശിക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ എങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അത് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ നമ്മൾ ബജറ്റ് പ്രസംഗം വായിക്കുമ്പോഴും ഘടന വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോഴും കാണുന്നതിന്. കാരണം ഇതൊരു തുടർച്ചയോ, കാരണം ഇത് ഒന്നാം മോഡി സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ ആ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ നമ്മൾ ആത്മനിർഭർ ഭാരത് പറഞ്ഞു, കഴിഞ്ഞ വർഷം 2047 വികസിത് ഭാരത് എന്ന് പറയുന്ന ആശയം പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഓരോ വർഷവും മാറുകയാണ്. അതിനു മുമ്പത്തെ വർഷം ആത്മനിർഭർ ഭാരത്, പിന്നീട് അത് വികസിത ഭാരത് എന്ന രീതിയിൽ കാഴ്ചപ്പാട് മാറുന്നു. ഈ വർഷം അത്തരം കാര്യങ്ങളൊന്നും പുതിയ സർക്കാർ പോലെ പുതിയ സർക്കാർ പോലെ അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് തോന്നുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് 2027 രാജ്യം ലോകത്തെ വികസിത ശക്തിയായി മാറണം. അത് നമ്മുടെ എല്ലാ ആഗ്രഹവും, ഇന്ത്യക്കാരന്റെ എല്ലാ ആഗ്രഹവും. അപ്പോൾ അതിലേക്ക് എത്തുന്ന രീതിയിൽ പടിപടിയായി ആ കേന്ദ്ര ലക്ഷ്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പരിപാടികളാണ് പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. അപ്പൊ അതൊന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റിന് തന്നെ ഈ സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ലക്ഷ്യവുമില്ലേ? ഇതിങ്ങനെ വഴിതെറ്റി പോവുകയാണ്. ഓരോ വർഷവും ഓരോ കാഴ്ചപ്പാടാണോ സ്വീകരിക്കുന്നത് എന്നൊക്കെയുള്ളത് സ്വാഭാവികമായും തോന്നിപ്പോകും. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ എക്കണോമിസ്റ്റുകളൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും എന്താണ് സാറിന് എങ്ങനെയാണ്? അല്ല, തീർച്ചയായും ഞാൻ ഈ സൂചിപ്പിച്ചത് തന്നെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളർച്ച കുറയാൻ പോകുന്നു. വളർച്ച കുറയാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആ വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഏതൊക്കെ നിർണായക മേഖലയിലാണോ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത്, അങ്ങനെ വെറുതെ ചെലവ് വർദ്ധിപ്പിച്ചാൽ പോരാ, മണി ഫ്ലോ ഉണ്ടാവണം. അതെ, തീർച്ചയായും ഏത് മേഖലയെയാണോ ശക്തിപ്പെടുത്തേണ്ടത് അത് കൃത്യമായി വിലയിരുത്തി ഇന്ന മേഖലയിലാണ് നമുക്ക് തളർച്ച സംഭവിക്കുന്നത്, ആ തളർച്ചയെ അതിജീവിക്കാൻ ഇത്ര കണ്ട് നമ്മൾ ചെലവ് വർദ്ധിപ്പിക്കുന്നു എന്ന് വളരെ കൃത്യമായി ശാസ്ത്രീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു വേണ്ടത്. അതാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളൊക്കെ കാണുന്നത് അതാണ്. പക്ഷെ ആ രീതിയിലേക്ക് ഈ ബജറ്റ് വന്നിട്ടില്ല. നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ MA ഇക്കണോമിക്സ് പാസ്സായ സാമ്പത്തിക ശാസ്ത്രജ്ഞ തന്നെയാണ്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നില്ല. ഇപ്പം നേരത്തെ മൊബൈലിൻ്റെയൊക്കെ വില കുറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുറയുന്നു. അതിൻ്റെ ഇറക്കുമതി തീരുവ പൂർണ്ണമായും കുറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് നമ്മളെ സമൂഹത്തെ വായിക്കുക? കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിലും അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുകയും സ്വർണ്ണക്കടത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ്. ഈ കള്ളക്കടത്തിനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ തീരുമാനം അത് ഒരുപക്ഷെ ചിലപ്പം സഹായിച്ചേക്കും. കാരണം അപ്പോൾ അന്തർദേശീയ വിപണിയിലെ സ്വർണ്ണ വിലയും ഇന്ത്യയിലെ ഈ സ്വർണ്ണ വിലയും തമ്മിൽ ഒരു അന്തരമുണ്ട്. ഈ അന്തരമാണ് ഈ കള്ളക്കടത്തിന് പ്രേരകമാകുന്നത്. അപ്പോൾ ആ അന്തരം അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ കള്ളക്കടത്തിനെ കുറെ ഒരു പരിധി വരെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. അതായിരിക്കും സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അത് ആ അർത്ഥത്തിൽ വിജയിക്കട്ടെ, അങ്ങനെ വിജയിക്കുമെങ്കിൽ. പക്ഷെ അതോടൊപ്പം തന്നെ പൂർണ്ണമായും ആ അന്തരം നമുക്ക് കുറയ്ക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും നമുക്ക് അതിനെ മറികടക്കാനായിട്ട് കഴിയും. അപ്പം അതിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ട് നമുക്ക് അതിനെ കാണാം. അതുപോലെ തന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്നതാണ്, എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ബില്ലിൽ കേരളത്തെ ഒന്ന് സ്പർശിക്കാനോ കേരളത്തിന് പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും ഒരു പദ്ധതികൾ എന്തെങ്കിലും പ്രഖ്യാപിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. നമുക്കറിയാം, വിഴിഞ്ഞം പദ്ധതി പോലുള്ള അടിസ്ഥാന വികസനത്തിന് വേണ്ടി 5000 കോടി രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം വെച്ചൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള ഇത് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ എയിംസ് പോലെയുള്ള പദ്ധതികൾ, ടൂറിസം മേഖലയിൽ വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇതൊന്നും എവിടെയും സ്പർശിക്കപ്പെട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ കേരളത്തെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അല്ലെ തന്നെ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇത് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തോടൊരു വലിയ അവഗണന തന്നെയാണ് ബജറ്റിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പം മറ്റേതൊക്കെ കാര്യം പറഞ്ഞാലും, ഇപ്പം കമ്മിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് ഒരു സഹായം വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ മാറ്റി നിൽക്കാം. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരല്പം രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന്. പദ്ധതികൾ അങ്ങനെയല്ല. പ്രത്യേകിച്ച് വിഴിഞ്ഞം പദ്ധതി ശരിക്കും രാജ്യത്തിന്റെ മാത്രം മുതൽക്കൂട്ടായിട്ട് മറ്റ് ഇപ്പൊ സിംഗപ്പൂർ, സിംഗപ്പൂർ, കൊളംബോ, ദുബായ്, അപ്പോൾ അത്തരം പോർട്ടുകളോടൊക്കെയാണ് നമ്മളിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെയാണ് നമ്മുടെ രാജ്യം ഒരു ശക്തമായിട്ടുള്ള ഒരു വ്യാവസായിക മേഖലയുള്ള ഒരു രാജ്യം തന്നെയാണ്. ഇപ്പോൾ എക്സ്പോർട്സിന്റെ കാര്യത്തിൽ ഈ
ഇക്കണോമിക് സർവേ എടുത്ത് നോക്കുമ്പം നമ്മളിപ്പം എക്സ്പോർട്സ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നു എന്നാണ് ഇക്കണോമിക് സർവേ പറയുന്നത്. അപ്പോൾ കയറ്റുമതി വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യം വേണം. അപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന ആ സ്വാഭാവികമായിട്ട് വലിയ സാധ്യതകളുള്ള ആ തുറമുഖത്തിന് സഹായം നൽകേണ്ടതായിരുന്നു. അത് രാജ്യത്തിന്റെ താല്പര്യമാണ്, ഇത് രാഷ്ട്രീയം ഇല്ലല്ലോ. അത് രാജ്യത്തിന്റെ താല്പര്യമായിരുന്നു. അപ്പൊ എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണ് വിഴിഞ്ഞത്തിന് ഇനി 5000 കോടി തന്നില്ലെങ്കിലും ടോക്കണായിട്ടെങ്കിലും കുറച്ച് തുക, 5000 കോടിയെങ്കിലും കിട്ടിയാൽ, 1000 കോടിയെങ്കിലും അവർ തന്നിരുന്നെങ്കിൽ അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ സർക്കാർ അത് അവഗണിച്ച് കളയുകയാണ് ചെയ്തത്. അത് ഒട്ടും ഒരു ആശാസ്യമായ ഒരു കാര്യമല്ല, അതങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. എയിംസിന്റെ കാര്യത്തിലും എയിംസ് കേരളത്തിന് കിട്ടാൻ എല്ലാ രീതിയിലും അർഹതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം ഏറ്റവും കൂടുതൽ ആരോഗ്യ സുരക്ഷാ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനം, എന്നാൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ഒരേപോലെ. അപ്പോൾ വലിയ പല പകർച്ചവ്യാധികളും തന്നെ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥികളുമുണ്ടല്ലോ, നല്ല വിദ്യാഭ്യാസ ഒരു സ്ട്രക്ചറുള്ള ഒരു സംസ്ഥാനം. അപ്പോൾ അവിടെ എയിംസ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അക്കാര്യത്തിലും സർക്കാർ ഒരു അവഗണന പുലർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം കേരളം യഥാർത്ഥത്തിൽ കുറച്ചും കൂടിയൊക്കെ ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി തന്നെയാണ്. ആ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം ഉറപ്പ് നൽകുന്നു. മോദി ഗ്യാരണ്ടിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയോടെ നോക്കിക്കണ്ടിരുന്നത് ടൂറിസം രംഗത്തുള്ള വലിയ ഇതാണ്. കാരണം ടൂറിസം രംഗത്ത് എന്തെങ്കിലുമൊക്കെ പദ്ധതി വരുവാണെങ്കിൽ വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ നിക്ഷേപങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് കേരളം. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ മൊത്തത്തിൽ ടൂറിസത്തിന്റെ ഹബ്ബാക്കും എന്ന് ഒഡീഷ അതിന്റെ കേന്ദ്രമാക്കും എന്നൊക്കെ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. അതേ സമയത്താണ് ടൂറിസം രംഗത്ത് വലിയ സാധ്യതയുള്ള കേരളത്തെ അവഗണിച്ചിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തെ ഇത് ഏത് രീതിയാണ് ഇത് ബാധിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇപ്പം കേന്ദ്ര ടൂറിസത്തിന്റെ സഹമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹമാണെങ്കിൽ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ ഞാൻ നടത്തും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു പദ്ധതി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അത് കാരണം സുരേഷ് ഗോപി മന്ത്രിയായിട്ടുണ്ടല്ലോ. പക്ഷേ അത് വലിയ രീതിയിലുള്ള അത്ഭുതം ഉണ്ടാകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം തന്നെ അങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെലവ് ചുരുക്കൽ ഗവൺമെന്റ് മൊത്തത്തിൽ നടത്തിയിരിക്കുകയാണ്. 14.77% എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം ഇത് 15.04 അതിൽ നിന്നും കുറവ് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള ചെലവ് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു വെട്ടിക്കുറവ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുകയാണ്. അത് പ്രധാനമായും ചെയ്തിരിക്കുന്നത് ഈ ധനക്കമ്മി 5% താഴെയാക്കി നിർത്തണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. ഇത് കഴിഞ്ഞ വർഷം ഒരു ബുദ്ധിയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ധനക്കമ്മി എന്ന് പറയുമ്പോൾ 5.6% ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 4.9 കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഈ ധനക്കമ്മി കുറയ്ക്കുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ താല്പര്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ധനക്കമ്മി കുറയ്ക്കണം എന്നുള്ളത് ഒരു ആശാസ്യമായ കാര്യമായിട്ടൊന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇന്നുവരെ ഒരാളും ഒരു ഏകകണ്ഠമായി അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. കമ്മിയെ സംബന്ധിച്ച് അതൊരു തിയറി മാത്രം അല്ല, തിയറിയിൽ പോലും ഞാൻ പറഞ്ഞ ചില ആൾക്കാർ തെറ്റായി അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യമല്ല. അപ്പൊ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള ഒരു രാജ്യത്ത് മാത്രമാണ് സർക്കാരിന്റെ കമ്മി കൂടുമ്പോൾ പണപ്പെരുപ്പമൊക്കെ ഉണ്ടാകുന്നത്. അതിപ്പോ ഈ ഫ്രാൻസിലൊക്കെ ജർമ്മനിയിലൊക്കെ മുതലാളിത്ത രാജ്യങ്ങൾ പോലും ഫുൾ എംപ്ലോയ്മെന്റ് അല്ല. അപ്പൊ അമേരിക്കയിലൊക്കെ വലിയ രീതിയിൽ തൊഴിലായ്മ നിൽക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു രാജ്യങ്ങളിൽ, അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള രാജ്യങ്ങളിലാണ് സർക്കാർ ചെലവ് ചെയ്യൽ വർദ്ധിപ്പിക്കുമ്പോൾ അത് പണപ്പെരുപ്പത്തിലേക്ക് എത്തുക. കാരണം മുഴുവൻ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ചെലവ് വർദ്ധിപ്പിച്ചാൽ ഈ വിഭവങ്ങൾക്കുള്ള കൂടുതൽ ഡിമാൻഡ് വരും. അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, സ്വാഭാവികമായും പിന്നെ വില വർദ്ധിക്കാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് ഉള്ള സാഹചര്യത്തിൽ മാത്രമാണ് ഈ കമ്മി എന്ന് പറയുന്നത് ഒരു കുഴപ്പം സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഈ ഇന്നലെ സാമ്പത്തിക സർവേയിൽ തന്നെ വിവിധ രാജ്യങ്ങളുടെ ധനക്കമ്മിയെക്കുറിച്ച് താരതമ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യക്കാലും കമ്മി കൂടുതലാണ് അമേരിക്കയിൽ പോലും. ലോകത്തെ വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്കാലും കമ്മി കൂടുതലാണ് എന്ന് പറയുന്നത് സാമ്പത്തിക സർവേ തന്നെയാണ്. അപ്പോൾ ആ കമ്മിയുടെ കാര്യത്തിൽ അത്ര വലിയ ആശങ്ക പുലർത്തേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഈ കമ്മിയുടെ കാര്യത്തിൽ ഈ ബജറ്റ് വലിയ രീതിയിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ 5.6 നിന്നും 4.9 കുറച്ചിരിക്കുകയാണ്. ഇതൊരു അന്ധവിശ്വാസം പോലെയാണ്. അല്ല, ഇതൊരു അന്ധവിശ്വാസം പോലെ എന്ന് നമുക്ക് തോന്നിയേക്കാമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ കാരണമുണ്ട്. ഇത് ഇങ്ങനെ ആകുന്നതിനൊരു കാരണം അത് നമ്മളപ്പോൾ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഈ ആഗോള ഫൈനാൻസ് മൂലധനത്തെ സംബന്ധിച്ച് വലിയ നിക്ഷേപമാണ് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇവരെ സംബന്ധിച്ച് അവർ നടത്തിയിരിക്കുന്ന വലിയ നിക്ഷേപങ്ങളുടെയും ആസ്തികളുടെയും മൂല്യത്തിൻ്റെ സ്ഥിരത ഈ ആഗോള ഫൈനാൻസ്
കമ്പനികളെ സംബന്ധിച്ച്, ആ നിക്ഷേപം നടത്തിയിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വലിയ ശ്രദ്ധയുള്ള കാര്യമാണ്. അപ്പോൾ അവർ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ മൂല്യം കുറയാൻ പാടില്ല. അപ്പോൾ ഇന്ത്യ ഈ ധനകമ്മി വർദ്ധിപ്പിക്കുകയും കൂടുതൽ ചെലവ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇറക്കുമതി നടത്തേണ്ടി വരും. കാരണം ഇവിടെ കൂടുതൽ ഉൽപ്പാദനം നടക്കുമ്പം ആ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളോ ഒക്കെ ചിലപ്പം ഇറക്കുമതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഇറക്കുമതി കൂടുമ്പോൾ സ്വാഭാവികമായും ഈ വിനിമയ നിരക്കിൽ മാറ്റം വരും, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരും. അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ആഗോള ഫൈനാൻസ് കമ്പനികൾ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിനും മാറ്റം വരും. എക്സ്ചേഞ്ച് റേറ്റ് മാറുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വിലകൾക്ക് മാറ്റം വരും. അപ്പോൾ അവർക്ക് കിട്ടുന്ന റിട്ടേണിൽ കുറവുണ്ടാകും. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ആഗോള ഫൈനാൻസ് കമ്പനികളുടെ എല്ലാം താല്പര്യം. അപ്പോൾ ധനകമ്മി ഏത് രാജ്യത്താണോ കുറഞ്ഞിരിക്കുന്നത് ആ രാജ്യത്ത് അവരുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും. അപ്പോൾ അതല്ല എങ്കിൽ അവരിവിടുന്ന് പോകും. അവരിവിടുന്ന് പോകുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് വീണ്ടും മോശമാകും. അപ്പോൾ ആ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ നിലനിർത്തുക എന്നൊരു താല്പര്യം ഈ ഫൈനാൻസ് മൂലധനം നിക്ഷേപിക്കുന്ന കമ്പനികളുടെ ഒരു താല്പര്യം. അവർ വലിയ സ്വാധീനമുള്ളവരാണ്. കാരണം ഇവർ നിക്ഷേപിക്കുന്ന ട്രില്യൺസ് ഓഫ് മണിയാണ്, ചെറിയ തുകയൊന്നുമല്ല. മാത്രമല്ല അവരൊരു സുപ്രഭാതത്തിൽ ഒറ്റയടിക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ സെക്ടറിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ മോശമാവുകയും നമ്മുടെ അന്തർദേശീയ രംഗത്ത് നമ്മുടെ ഒരു വലിയ തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് സർക്കാരിനെ വേവലാതിപ്പെടുത്തുന്നത്. അപ്പോൾ ആ വേവലാതി ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ആഗോള ഫൈനാൻസ് കമ്പനികൾ ധനകമ്മി കുറയ്ക്കുക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. അപ്പോൾ അവരുടെ ഒരു സ്വാധീനം, അദൃശ്യമായിട്ട് അവരുടെ ഒരു വലിയ സ്വാധീനം ഈ സമ്പദ് വ്യവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടാം മോഡി സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെയാണല്ലോ വന്നത്. ഒന്നാം മോഡി സർക്കാരിന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു, രണ്ടാം മോഡി സർക്കാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തി. അപ്പോൾ അവർ പോലും ഈ ഫൈനാൻസ് മൂലധനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയപരമായി എത്ര ശക്തിയുള്ള ഒരു സർക്കാർ ആയിരുന്നിട്ട് കൂടി ഇതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ താല്പര്യം കൊണ്ടാണ് ഈ ധനകമ്മി കുറയ്ക്കാനായിട്ട് സർക്കാർ ഇങ്ങനെ യഥാർത്ഥം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിനെ ബുദ്ധിപൂർവ്വമായിട്ട് നേരിടുകയായിരുന്നു വേണ്ടത്. ഇപ്പോൾ കുറയ്ക്കുക ചെയ്തത്, അങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം വേറൊരു കാര്യമുണ്ട്, ഈ ഈ ഫൈനാൻസ് ക്യാപിറ്റലുള്ള ഈ കമ്പനികൾക്ക് അങ്ങനെ അധികം മാർക്കറ്റുകളിലൊന്നും പോകാനായിട്ടൊന്നുമില്ല. ഇന്ത്യ അവരെ സംബന്ധിച്ച് വളരെ ആകർഷകമായ ഒരു മാർക്കറ്റാണ്, സുരക്ഷിതമായ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അവരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. അവരുടെ എല്ലാ ആശങ്കകൾക്കും നമ്മൾ അങ്ങനെ പരിഹാരം നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കും ഇവിടെ നിക്ഷേപിക്കേണ്ട താല്പര്യങ്ങളുണ്ട്. അപ്പം അത് ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് കണ്ടിട്ട് കുറച്ചുകൂടെ തന്ത്രപരമായ നിലപാടായിരുന്നു അക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ധനകമ്മി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ചെലവും കുറച്ചത്. അപ്പോൾ എല്ലാ ചെലവും കുറയ്ക്കുമ്പം പിന്നെ ഒരുപക്ഷെ ഇനി ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇവിടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. പക്ഷെ അപ്പൊ അതിന് പോലും അവിടെ വലിയ ശ്രദ്ധ കിട്ടാതെ പോയത് മൊത്തത്തിൽ ചെലവ് കുറയ്ക്കുക. അപ്പൊ പിന്നെ ചില പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ വന്ന് എന്നാൽ ആന്ധ്രയും ബീഹാറും പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റില്ല. പ്രഖ്യാപിച്ചില്ലെങ്കിൽ സർക്കാർ താഴെ പോകും. അപ്പൊ എല്ലാവർക്കും ഉള്ളത് കൊടുത്ത് അവിടെ കിട്ടുകൊടുത്തു. എല്ലാവർക്കും കൊടുക്കേണ്ടത് കുറച്ചിട്ട് സർക്കാരിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് എവിടെയാണോ അവിടെ മാത്രം കൊടുത്തു. മൊത്തത്തിൽ ചെലവ് ചുരുക്കുന്നതുകൊണ്ട് വേറെ ഒരിടത്തും ഒന്നും കൊടുക്കാനും പറ്റുന്നില്ല. ഇത് പക്ഷേ രാജ്യത്തിന്റെ വികസനത്തെ വളരെ ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലാകുമ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ വലിയ നിക്ഷേപമാണ് ഉണ്ടാവേണ്ടത്. അത് വരുന്നില്ല. ഇപ്പം ഈ നഗരമേഖലയ്ക്ക് വേണ്ടി ആവാസ് യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷം കോടി മുടക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ബഡ്ജറ്റ് ധനമന്ത്രി ഇങ്ങനെ പ്രഖ്യാപിച്ചു വരികയാണ്, 10 ലക്ഷം കോടി രൂപ ഞങ്ങൾ മാറ്റിവെക്കുന്നു. അപ്പോൾ അതൊരു വലിയ നിക്ഷേപമാണ്. തൊട്ടു പുറകെ പറയുകയാണ് 2.2 ലക്ഷം മാത്രമേ ബജറ്റ് വകയിരുത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി സംസ്ഥാനങ്ങളുടെ പങ്കാ. അപ്പോൾ 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നഗര പ്രദേശങ്ങളിൽ വീട് വെക്കാനായിട്ട് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 2.2 ലക്ഷം മാത്രമേ സർക്കാർ മുടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് വേറെ വലിയ. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ സർക്കാരിന് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ പോലും ഇവർ ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ധനകമ്മിയിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിന് പകരം തന്ത്രപരമായ നിലപാടെടുത്തുകൊണ്ട് ചെലവ് ചെയ്യൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടിയിരുന്നത്. ഈ ബഡ്ജറ്റ് അവതരണത്തിന്റെ അതേ സമയത്ത് തന്നെയാണ് നമുക്കറിയാം ഓഹരി വിപണിയൊക്കെ ഭീകരമായി താഴോട്ട് പോയെന്നുണ്ട്. എന്തായിരിക്കും ഓഹരി വിപണിയെ സ്വാധീനിച്ചത്? ഓഹരി വിപണിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ ഓഹരി വിപണിയിലും മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കാര്യമായിട്ട് ഇടിവ് സംഭവിച്ചു. അത് പ്രധാനമായും 2 നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഈ മൂലധന മെച്ചം ഒരു സ്റ്റോക്ക് ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ആസ്തിയാണ്. അപ്പോൾ ആസ്തി വാങ്ങുമ്പോൾ
ദീർഘകാലയളവിൽ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടത്തെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ് മൂലധന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ് ടൈം മൂലധന നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1000 രൂപയുടെ മൂലധന നേട്ടം നമുക്കുണ്ടായി, 1000 രൂപയുടെ ഒരു ഓഹരി വാങ്ങിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ 2000 രൂപയായി കഴിഞ്ഞാൽ 1000 രൂപയുടെ വർധനവുണ്ടായി. അപ്പോൾ ആ 1000 രൂപയുടെ മുകളിൽ അതൊരു മൂലധന നേട്ടമാണ്. ആ മൂലധന നേട്ടത്തിൻ്റെ മുകളിൽ ഒരു നികുതിയുണ്ട്. നമുക്കുണ്ടായ മൂലധനം അത് 10% ഇതുവരെ, അത് 12.5% വർദ്ധിപ്പിച്ചു. അവിടെയാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് തിരിച്ചടി വരുന്നത്. അപ്പം സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വ്യാപാരത്തിൽ നിന്നുമുള്ള നേട്ടം കുറയുമല്ലോ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ആ കാര്യത്തിൽ 15% നികുതി 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ ഓഹരി വിപണിയിൽ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന മൂലധന നേട്ടത്തിലുള്ള നികുതിയുടെ ഭാരം വർദ്ധിപ്പിച്ചു. അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ 10 നിന്ന് 12%, ഷോർട്ട് ടൈം ഗെയിൻസിൻ്റെ കാര്യത്തിൽ അത് 15 നിന്ന് 20% വർദ്ധിപ്പിച്ചു. ഇതാണ് പ്രധാനമായും ഈ ഓഹരി വിപണി ഇടിയുന്നതിന് കാരണമായത്. ഇതൊരിക്കലും ഇത്തരം അപ്പോൾ അത് സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വരുമാനത്തെ കാര്യമായി ബാധിക്കും. അല്ല, രാജ്യത്തിന്റെ ഒരു വലിയ ഒരു മേഖല തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് ആളുകൾ പണം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും വലിയ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മേഖല തന്നെയാണ്. അപ്പോൾ അതാണ് ആ പ്രശ്നത്തിന് കാരണം. ടോട്ടൽ ഇത് ഏത് രീതിയിലാണ് ഇനി വരും വർഷങ്ങളെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്ന ഈ വികസന പ്രവർത്തനത്തേക്ക് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഈ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു വികസനം, ഉൽപാദനശേഷിയുടെ വർധനവ്, മാനുഷിക മൂലധനത്തിൻ്റെ ഒരു കരുത്താർജിക്കൽ, ഇതെല്ലാമാണ് ഇന്ത്യയെ പോലുള്ളൊരു സമ്പദ് വ്യവസ്ഥയുടെ ഭാവി വികസനത്തിൻ്റെ ഒരു നിർണായക ഘടകങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ ബജറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ തൊഴിൽ ദിനങ്ങൾ കുറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ടോട്ടാലിറ്റിനെ ഭയങ്കരമായി പ്രതികൂലമായി ബാധിക്കും. തീർച്ചയായും തൊഴിൽ ദിനങ്ങൾ കുറയുന്നത് വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സ്വകാര്യ സംരംഭകർക്ക് 15,000 രൂപയും, അതൊക്കെ വളരെ തുച്ഛമായ പണമാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ട് എന്തായാലും ഇവിടെ തൊഴിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം തൊഴിലുണ്ടാകണമെങ്കിൽ ഒരു സംരംഭകൻ, ഒരു വ്യവസായി അവരുടെ വ്യാവസായിക പ്രവർത്തനം വിപുലീകരിക്കണമെങ്കിൽ കൂടുതൽ വ്യാപാരം നടക്കും, അവരുടെ സെയിൽസ് വർദ്ധിക്കും, അവരുടെ വിറ്റുവരവ് വർദ്ധിക്കും. ആ വിറ്റുവരവ് വർദ്ധിക്കുന്നതിലൂടെ കൂടുതൽ ലാഭം നേടാനായിട്ടുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ്. അങ്ങനെ തോന്നുമ്പം എത്ര കടമെടുത്തിട്ടാണെങ്കിലും സംരംഭം ആരംഭിക്കും. അപ്പോൾ ഇതാണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലെ എല്ലാ ഇൻവെസ്റ്റ്മെന്റ് തിയറീസും മുന്നോട്ട് വെക്കുന്ന ആശയം. സെയിൽസ്, എക്സ്പെക്റ്റഡ് സെയിൽസിന്റെ വർധന ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ തന്നെ ഈ സംരംഭകർ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചോളും. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എങ്ങനെ വേണം എന്നുള്ളത് വളരെ ശാസ്ത്രീയമായി ആലോചിച്ച് അതിനുള്ള പ്രവർത്തനങ്ങളായിരുന്നു സർക്കാർ നടത്തേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ അതിന് പകരം അങ്ങനെ ആ കാര്യത്തിൽ സർക്കാരിന് വലിയ ഭാവനയില്ല എന്നല്ലേ നമ്മൾ കാണുന്നത്. അതുണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ പണം കൊടുക്കാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ അനുകൂലമായിട്ടുള്ള അഭിവൃദ്ധി നിറയുന്ന ഒരു സാമ്പത്തിക സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കോളും. ഈ തൊഴിലവസരങ്ങൾ അവർ തന്നെ സ്വയമേ സൃഷ്ടിക്കുകയും കണ്ടെത്തുകയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോൾ അതിലേക്ക് ഉള്ള ആശയങ്ങൾ വരുന്നില്ല. ഈ ഇതിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ ടോട്ടൽ ഈ നിലപാടുകൾ ഒക്കെ നമ്മളെ ഏത് രീതിയിലായിരിക്കും വരും കാലത്ത്, അതായത് നമ്മൾ വലിയ സാമ്പത്തിക ശക്തി ആകുമെന്ന് പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള വലിയ മൂവ്മെൻറ്റ് നടക്കുമെന്ന് പറയുമ്പോൾ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികളിലേക്ക് സർക്കാർ തന്നെ പോകുന്നത്. ഇത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണോ? അല്ല, അത് തീർച്ചയായും നമ്മുടെ ആ ലക്ഷ്യത്തെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കും. ആ 2047 വികസിത ഭാരത് എന്ന് പറയുന്ന ആ ഒരു വലിയ ലക്ഷ്യമുണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യാനായിട്ട് ഇത്തരം ഇടപെടൽ ഉണ്ടായാൽ പോരാ. വളരെ ഗൗരവത്തിൽ വളരെ തന്ത്രപരമായിട്ടുള്ള സജീവമായ സർക്കാരിൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ കഴിയൂ. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ, 60 കോടിയാണ് രാജ്യത്തിൻ്റെ ഈ തൊഴിൽ സേന എന്ന് പറയുന്നത്, 60 കോടി പേർ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനും കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം രാജ്യത്തുണ്ടാവണം. അപ്പോൾ വലിയ നിക്ഷേപം എല്ലാ മേഖലയിലും ഉണ്ടാവേണ്ടതുണ്ട്. ഇത് വളരെ സെലക്റ്റഡ് ആയിട്ട് ചില പ്രത്യേക മേഖലകളിൽ മാത്രമാണ് ആ വലിയ സർക്കാർ നിക്ഷേപം കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? 9% തൊഴിലില്ലായ്മ നിരക്ക്. വീണ്ടും വർദ്ധിക്കാനല്ല, അത് തീർച്ചയായും വീണ്ടും വർദ്ധിക്കാനല്ലേ പോകുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിലല്ലോ ഈ തൊഴിലില്ലായ്മ. ഇപ്പം ബീഹാറിലും ആന്ധ്രയിലും മുതൽ മുടക്കിയിട്ട് ഈ സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് യഥാർത്ഥത്തിൽ അത് അഡ്രസ്സ് ചെയ്യാതെ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റിന് ദിശാബോധം തെറ്റുകയാണോ എന്ന് ചോദിച്ചാൽ തെറ്റുകയാണെന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓഹരി വിപണിയിൽ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ദേശീയ ഓഹരി വിപണിയിലും മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കാര്യമായിട്ട് ഇടിവ് സംഭവിച്ചു. അത് പ്രധാനമായും 2 നികുതി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഈ മൂലധന മെച്ചം, ഒരു സ്റ്റോക്ക് ഒരു ഷെയർ എന്ന് പറയുന്നത് ഒരു ആസ്തിയാണ്. അപ്പോൾ ആ ആസ്തി വാങ്ങുമ്പോൾ ദീർഘകാലയളവിൽ അതിൽ നിന്നുണ്ടാകുന്ന നേട്ടത്തെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻസ്, മൂലധന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോങ് ടൈം മൂലധന നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 1000 രൂപയുടെ മൂലധന നേട്ടം നമുക്കുണ്ടായി, 1000 രൂപയുടെ ഒരു ഓഹരി വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ 2000 രൂപയായി കഴിഞ്ഞാൽ 1000 രൂപയുടെ വർധനവുണ്ടായി. അപ്പോൾ ആ 1000 രൂപയുടെ മുകളിൽ, അതൊരു മൂലധന നേട്ടമാണ്, ആ മൂലധന നേട്ടത്തിൻ്റെ മുകളിൽ ഒരു നികുതിയുണ്ട്. നമുക്കുണ്ടായ മൂലധനം അത് 10% ഇതുവരെ, അത് 12% വർദ്ധിപ്പിച്ചു. അവിടെയാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് തിരിച്ചടി വരുന്നത്. അപ്പം സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വ്യാപാരത്തിൽ നിന്നുമുള്ള നേട്ടം കുറയുമല്ലോ. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ആ കാര്യത്തിൽ 15% നികുതി 20% വർദ്ധിപ്പിച്ചു. അപ്പോൾ ഓഹരി വിപണിയിൽ നടത്തുന്ന നിക്ഷേപത്തിൽ നിന്നുണ്ടാകുന്ന മൂലധന നേട്ടത്തിലുള്ള നികുതിയുടെ ഭാരം വർദ്ധിപ്പിച്ചു. അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യത്തിൽ 10 നിന്ന് 12%, ഷോർട്ട് ടൈം ഗെയിൻസിൻ്റെ കാര്യത്തിൽ അത് 15 നിന്ന് 20% വർദ്ധിപ്പിച്ചു. ഇതാണ് പ്രധാനമായും ഈ ഓഹരി വിപണി ഇടിയുന്നതിന് കാരണമായത്. ഇതൊരിക്കലും ഇത്തരം അപ്പോൾ അത് സ്വാഭാവികമായും ഓഹരി വിപണിയിലെ വരുമാനത്തെ കാര്യമായി ബാധിക്കും. അല്ല, രാജ്യത്തിന്റെ ഒരു വലിയ ഒരു മേഖല തന്നെയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് ആളുകൾ പണം ഉണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതും വലിയ ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മേഖല തന്നെയാണ്. അപ്പോൾ അതാണ് ആ പ്രശ്നത്തിന്റെ കാരണം. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു ചേഞ്ച് ഉണ്ട്. അതായത് 50,000 ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്, അത് 75 വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഒരു മിഡിൽ ക്ലാസ്സിന് ഏറെക്കുറെ അത് സഹായകരമായ ഒരു നിലപാടാണ്. അത് മിഡിൽ ക്ലാസ്സിനേക്കാളും കൂടുതൽ ഒരു ലോവർ മിഡിൽ ക്ലാസ് വരുമാനം കുറഞ്ഞ ഒരു വിഭാഗത്തിന് ഒരു ആശ്വാസം നൽകും. അപ്പോൾ അത് ആശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ്. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു പൊതുവേ ഉള്ളൊരു ആവശ്യം കൂടിയാണ്. കാരണം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകുന്നത് ജോലി ചെയ്ത് വരുമാനം നേടുമ്പോൾ അതിനുവേണ്ടി കുറച്ച് ചിലവൊക്കെ ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചിലവ് ഒന്ന് വകവയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ഓരോ വർഷം കഴിയുന്തോറും ജീവിത ചെലവ് കൂടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതനുസരിച്ച് ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പം ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ജോലി ചെയ്യാനും അതിൽ ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനൊരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ആർക്കൊക്കെയാണോ ഗുണം ചെയ്യുക, മിക്കവാറും മിഡിൽ ക്ലാസ് ആയിരിക്കില്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ്, പിന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വലിയ ഒരു വിഭാഗം. ശരിക്കും സ്വകാര്യ മേഖലയാണല്ലോ. അതെ, സ്വകാര്യ മേഖല, പ്രത്യേകിച്ച് ഔപചാരിക സ്വകാര്യ മേഖല, ഫോർമൽ പ്രൈവറ്റ് സെക്ടർ. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇത് വലിയ രീതിയിൽ സഹായം ചെയ്യും. ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളുമായി സഹകരിക്കുന്നതിനും ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ വേണ്ടി ഇവിടെ എത്തിയുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം.